കറണ്ട് അഫയേഴ്സ് ആൻഡ് ജി കെ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. US-ന്റെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യത്തിൽ അംഗമാകുന്ന 24ാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം സ്വീഡൻ. 2023-ൽ നാറ്റോയിൽ അംഗമായ രാജ്യം ഫിൻലാൻഡാണ്. ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയുടെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത? ഉത്തരം മാധബി പുരി ബുച്ച്. ലേഡി പൊള്ളാഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം? ഉത്തരം മലയാളിയായ സജന സജീവൻ. കഥാവശേഷം എന്ന ആത്മകഥയുടെ കർത്താവ് ആരാണ്? ഉത്തരം ഫാദർ പോൾ തേലക്കാട്ട്. ഇന്ത്യ വ്യാപാര സാമ്പത്തിക കരാറിൽ ഒപ്പിട്ട യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനിലെ പ്രധാന അംഗരാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്, നോർവേ, ഐസ്ലാൻഡ് ആൻഡ് ലെക്റ്റൻസ്റ്റൈൻ. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അതായത് NCSC-യുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗം ആരാണ്? ഉത്തരം കിഷോർ മക്വാന. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് മോദി എ കോമൺ മാൻസ് PM. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ തുടങ്ങുന്നത് എവിടെയാണ്? ഉത്തരം ചേർത്തലയിൽ. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമാണ്? ഉത്തരം സി സ്പേസ്. വിശ്വപ്രസിദ്ധ കൊളംബിയൻ എഴുത്തുകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ അവസാനം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ഉത്തരം അണ്ടിൽ ഓഗസ്റ്റ്. കോളറ കാലത്തെ പ്രണയം, ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്നീ കൃതികളുടെ കർത്താവായ അദ്ദേഹം 2014 അന്തരിച്ചു. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ബാഡ്മിൻ്റൺ ഡബിൾസ് കിരീടം നേടിയത് ആരൊക്കെയാണ്? ഉത്തരം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി സഖ്യം. ജപ്പാനിലെ ജനപ്രിയ അനിമേഷൻ കോമിക് കഥാപാത്രമായ ഡ്രാഗൺ ബോളിൻ്റെ സ്രഷ്ടാവ് ആരാണ്? ഉത്തരം അകിര ടൊറിയാമ. അടുത്തിടെ അദ്ദേഹം അന്തരിച്ചു. റോബോട്ട് പെൺകുട്ടിയായ അരലയുടെ കഥ പറയുന്ന ഡോക്ടർ സ്ലംബ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സൃഷ്ടി. വർക്കല ക്ലിഫിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന മലയാളിയായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ സബീൻ ഇക്ബാൽ രചിച്ച കൃതിയാണ്? ഉത്തരം ദ ക്ലിഫ് ഹാങ്ങേഴ്സ്. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ എവിടെയാണ്? ഉത്തരം ഹൂഗ്ലി നദിക്കടിയിൽ. കൽക്കട്ട മെട്രോയുടെ ഭാഗമാണിത്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം നോവലിസ്റ്റും കഥാകൃത്തുമായ സാറ ജോസഫിന്. കൃതി എസ്തേർ. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം രജനി സുരേഷ്. കൃതി വള്ളുവനാടൻ വിഷുക്കുടുക്ക. ഒരു മിസൈൽ ഉപയോഗിച്ച് ഒന്നിലധികം ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ മിസൈലാണ്? ഉത്തരം അഗ്നി 5. അഗ്നി മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പിൻ്റെ പരീക്ഷണ വിജയം അറിയപ്പെടുന്നത്? ഉത്തരം മിഷൻ ദിവ്യാസ്ത്ര. ശത്രുക്കളുടെ അന്തർവാഹിനികളെ കണ്ടെത്താനും സമുദ്രാന്തർ നിരീക്ഷണത്തിനുമായി ഇന്ത്യ നിർമ്മിച്ച സ്വയം പ്രവർത്തിക്കുന്ന ജലാന്തർവാഹനമാണ്? ഉത്തരം HEAUV അഥവാ ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ. ഈസ ഫൗണ്ടേഷൻ്റെ സ്ത്രീരത്ന ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം
ഡോക്ടർ ടെസ്സി തോമസ്. DRDOയുടെ മുൻ ശാസ്ത്രജ്ഞയാണ് ടെസ്സി തോമസ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഇരട്ട ടണൽ ഏതാണ്? ഉത്തരം സേല ടണൽ. സമുദ്രനിരപ്പിൽ നിന്നും 13,000 അടി ഉയരെ സ്ഥിതി ചെയ്യുന്ന ഈ ടണൽ ആസമിനെയും അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാറിന് ഉപരിയായി തിരഞ്ഞെടുക്കപ്പെട്ട 2 പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണ്? ഉത്തരം ഗ്യാനേഷ് കുമാർ, സുഖബീർ സിംഗ് സന്ധു. രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. 2024 രഞ്ജി ക്രിക്കറ്റ് കിരീടം നേടിയത്? ഉത്തരം മുംബൈ. വിദർഭയെ പരാജയപ്പെടുത്തിയാണ് മുംബൈ കിരീടം നേടിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഏതാണ്? ഉത്തരം ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. 2024 96ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ മികച്ച ചിത്രം ഉൾപ്പെടെ 7 അവാർഡുകൾ നേടിയ ചിത്രം ഏതാണ്? ഉത്തരം ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമർ എന്ന ചിത്രം സംവിധാനം ചെയ്തത്? ഉത്തരം ക്രിസ്റ്റഫർ നോളൻ. 96ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം കിലിയൻ മർഫി. ചിത്രം ഓപ്പൺഹൈമർ. 96ാം ഓസ്കാർ വേദിയിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം എമ്മ സ്റ്റോൺ. ചിത്രം പുവർ തിങ്സ്. മുംബൈയിൽ നടന്ന 71ാം ലോക സുന്ദരി മത്സരത്തിൽ കിരീടം ചൂടിയത്? ഉത്തരം ചെക്ക് റിപ്പബ്ലിക്കൻ താരമായ ക്രിസ്റ്റിന ഫിസ്കോവ. അടുത്തിടെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമാണ്? ഉത്തരം സുധാമൂർത്തി. ഇൻഫോസിസ് സ്ഥാപകരിൽ ഒരാളായ NR നാരായണമൂർത്തിയുടെ ഭാര്യയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിൻ്റെ ഭാര്യ പിതാവുമാണ് ശ്രീമതി സുധാമൂർത്തി. പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം ആസിഫ് അലി സർദാരി. പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം ഷഹബാസ് ഷെരീഫ്. നെതർലാൻഡിലെ ഇറാസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന 2024 ഇറാസ്മസ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം അമിതാവ് ഘോഷ്. ഫോണിലും വാട്സാപ്പിലും മറ്റും വരുന്ന തട്ടിപ്പ് കോളുകൾ, മെസ്സേജുകൾ എന്നിവ പൊതുജനങ്ങൾക്ക് കേന്ദ്രത്തെ അറിയിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ്? ഉത്തരം ചക്ഷു പ്ലാറ്റ്ഫോം. ഗംഗയിലെ ഡോൾഫിനുകളെക്കുറിച്ച് പഠിക്കാനുള്ള രാജ്യത്തെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രമാണ്? ഉത്തരം NDRC അഥവാ നാഷണൽ ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ. ഗംഗാനദിയുടെ തീരത്ത് പട്ന സർവകലാശാല ക്യാമ്പസിലാണ് NDRC ആരംഭിച്ചിരിക്കുന്നത്.